ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടത് അല്ലേ? അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമ്മൾ നോക്കിയല്ലേ? ഫസ്റ്റ് വൺ ഈസ് എംബ്രിയോ ഫോർമേഷൻ, ദെൻ സെക്കൻഡ് വൺ ഈസ് ന്യൂക്ലിയേഷൻ. ന്യൂക്ലിയേഷനിൽ തന്നെ ഹോമോജീനിയസ് ന്യൂക്ലിയേഷൻ ഉണ്ട്, ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഡെൻഡ്രിറ്റിക് ഗ്രോത്ത്, ദെൻ ഫൈനൽ ഗ്രെയിൻ ക്രിസ്റ്റൽ ഫോർമേഷൻ അല്ലേ? അപ്പോൾ അതിൽ തന്നെ സിംഗിൾ ക്രിസ്റ്റൽസ് ആവാം, ഇറ്റ് ക്യാൻ ബി പോളി ക്രിസ്റ്റൽ ആവാം. ഇപ്പോൾ യൂഷ്വലി എല്ലാ മെറ്റാലിക് മെറ്റീരിയൽസും പോളി ക്രിസ്റ്റലായിട്ട് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗ്രെയിൻ സൈസ്, ഗ്രെയിൻ്റെ ഷേപ്പ് അല്ലെ, കുറേ ഷേപ്സ് ഗ്രെയിൻസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അപ്പോൾ ഒരു സെയിം ഒരു സോളിഡിഫൈ ചെയ്തൊരു മോൾട്ടൺ മെറ്റൽ അല്ല മോൾട്ടൺ മെറ്റൽ സോളിഡിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസിൽ മോൾഡുമായിട്ട് കോൺടാക്ട് വരുന്നിടത്ത് അവിടെയൊക്കെ നമുക്ക് ഫൈൻ ഗ്രെയിൻസ് ആണ് ഉണ്ടാകുന്നല്ലേ? ആഫ്റ്റർ ദാറ്റ് ഇക്വാച്ചഡ് ഗ്രെയിൻ മീൻസ് കോളുമിനാർ ഗ്രെയിൻസ് കാണാം. അതിനുശേഷം ഇക്വാച്ചഡ് ഗ്രെയിൻസ് ആയിരിക്കും ഇന്നർ കോറിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഗ്രെയിൻ ബൗണ്ടറി, ആ ഗ്രെയിൻ ബൗണ്ടറി എങ്ങനെയാണ് ക്രീപ്പിനെയും ഡിസ്ലൊക്കേഷൻ എഫക്ട് ചെയ്യുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ് നോക്കിയത്. ഓക്കെ, അപ്പോൾ അതിലൊരു ഇക്വേഷനും ഉണ്ടായിരുന്നു, ഹോൾപെക്ക് ഇക്വേഷൻ. അത് വെച്ച് പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് ആണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി കുറേ ക്രിസ്റ്റൽ ഡിഫക്ട്സ് നോക്കിയതാണ് അല്ലേ? പോയിന്റ് ഡിഫക്ട്സ്, ലൈൻ ഡിഫക്ട്സ് അല്ലേ, അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ഡിഫക്ട്സ്, 2 ഡയമെൻഷണൽ ഡിഫക്ട്സ് എന്ന രീതിയിൽ. എന്താണ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ? ഇൻ ഐഡിയൽ ക്രിസ്റ്റൽ ദ അറ്റോമിക് അറേഞ്ച്മെന്റ് ഈസ് പെർഫെക്റ്റ്ലി റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട്, ബട്ട് റിയൽ ക്രിസ്റ്റൽസ് ആർ നെവർ പെർഫെക്റ്റ്. ലാറ്റിസ് ഡിസ്റ്റോർഷൻസ് ആൻഡ് വേരിയസ് imperfections, irregularity or defects are generally present in them. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഐഡിയൽ ക്രിസ്റ്റൽസ് നല്ല രീതിയിൽ ഒരു ക്രിസ്റ്റൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഏത് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലെന്താവും, കുറച്ച് അത് ഇംപെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കുറച്ച് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഡിഫക്ട്സ് അതിലുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡിഫക്ട്സ് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരുപാട് അതിനെ എഫക്റ്റ് ചെയ്യിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിഫക്ട്സ്. ഓക്കെ, സോ വി നീഡ് ടു സ്റ്റഡി അബൌട്ട് ദ ഡിഫറെൻറ്റ് ഇംപെർഫെക്ഷൻസ് ഇൻ this metals or in these solids. So the study of imperfection has two purposes: a better understanding of how they affect metal properties, then minimizing or eliminating these defects. അപ്പോൾ ഡിഫക്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഡിഫക്ട്സിനെ കുറിച്ച് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. എന്തിനാണ് ഈ ഡിഫക്ട്സ് പ്രോപ്പർട്ടീസിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിഫക്ട്സിൻ്റെ കൺട്രോളിലൂടെ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല ഡിഫക്ട്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, so classification of crystal imperfections important ആണ്. what are the different classification of crystal imperfections? നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് നമ്മൾ കുറേ ബേസ്ഡ് ഓൺ ദ ഡയമെൻഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നെയിം വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടല്ലേ? പോയിന്റ് ഡിഫക്ട്സ്, അല്ലെങ്കിൽ ലൈൻ ഡിഫക്ട്സ്, സർഫസ് ഡിഫക്ട്സ് ആൻഡ് വോളിയം ഡിഫക്ട്സ്. ഓക്കെ, പോയിന്റ് ഡിഫക്ട്സ് നമ്മൾ 0 ഡയമെൻഷണൽ ഡിഫക്ട്സ് പറയും, ലൈൻ ഡിഫക്ട്സ് 1 ഡയമെൻഷണൽ, ആൻഡ് സർഫസ് ഡിഫക്ട്സ് മീൻസ് 2 ഡയമെൻഷൻസ്. വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വോളിയം, ഒരു 3D പാർട്ട് അങ്ങനെ പോകുന്ന ക്രാക്കാണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പോയിന്റ് ഡിഫക്ട്സിലാണ് നമുക്ക് ഈ നമ്മൾ പഠിച്ച കുറേ ഡിഫക്ട്സ് വരുന്നുണ്ടല്ലോ. വാക്കൻസി ഡിഫക്ട്സ്, ഇൻഡസ്ട്രീഷ്യൽ, സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ ഓർ ഇൻഡസ്ട്രീഷ്യൽ സി, ദെൻ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി, ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി, ഫ്രങ്കൽ ഡിഫക്ട്, ഷോർട്ട് കീ ഡിഫക്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫക്ട്സ്. ഈ ഡിഫക്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പോയിന്റ് ഡിഫക്ട്സ്. അപ്പോൾ പോയിന്റ് ഡിഫക്ട്സ് ആർ ഇംപെർഫെക്റ്റ് പോയിന്റ് ലൈക്ക് റീജിയൻ ഇൻ എ ക്രിസ്റ്റൽസ്. അല്ല, ഡോട്ടഡ് ആയിട്ട് ഒരു മിസ്സിങ് ആണ്, അല്ലെങ്കിൽ ഒരു ആറ്റം മാത്രം മിസ്സായാൽ, അല്ലെങ്കിൽ എക്സ്ട്രാ ആറ്റം വന്നാൽ ഒരു പോയിന്റിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഡിഫക്റ്റ് ആണ് പോയിന്റ് ഡിഫക്ട്സ് അല്ലേ? സോ എന്ന് വെച്ചാൽ അതിൻ്റെ ദ ടിപ്പിക്കൽ സൈസ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ 1 or 2 atomic diameters. Okay. So this, even though they are very minute or minimum in size,
they can affect the region involving several atomic or ionic distance. Okay, അതൊരു ചെറിയ അറ്റോമിക് ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ ഡിഫക്റ്റ് ഉള്ളതെങ്കിലും അത് ഒരു എൻ്റയർ ബിഗ് റീജിയണിനെ അത് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ് എഫക്ട് സാധിക്കും. ഫസ്റ്റ് വൺ ആണ് വാക്കൻസി ഡിഫക്ട്സ്. ഓക്കെ, വാക്കൻസി പറഞ്ഞാൽ എന്താണെന്ന് ഫിഗറിൽ കാണുന്ന പോലെ ഓൾറെഡി ഉള്ള അറ്റോമിക് അറേഞ്ച്മെന്റിൽ നിന്ന് ഒരു ആറ്റം മിസ്സിംഗ് ആണ് അതിന്റെ യൂഷ്വൽ പ്ലേസിൽ നിന്ന്. അപ്പോൾ ദിസ് റെഫേഴ്സ് ടു എ റെഗുലർ അറ്റോമിക് സൈറ്റ് ഓൺ ദ ലാറ്റിസ് ഫ്രം വിച്ച് ആൻ ആറ്റം ഈസ് മിസ്സിംഗ്. Such defects can be a result of imperfect packing during original crystallization or may arise due to thermal vibrations at higher temperature, causing individual atom to jump out of their normal positions. Vacancies may be single, double, or more. Vacancies exist in a certain proportion in a crystal at thermal equilibrium. At higher temperature, the proportion is higher. സോ വേക്കൻസി ഡിഫക്ട്സ് ആണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്, സെക്കൻഡ് ഫിഗറിൽ. അപ്പോൾ ആദ്യത്തെ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ് കാണിക്കുന്നത്, രണ്ടാമത്തേൽ ഫിഗറിൽ ഒരു വേക്കൻസി, അവിടെ ഒരു മിസ്സിംഗ് ആറ്റം ഉണ്ട്. അപ്പോൾ സിംഗിൾ വേക്കൻസി ആവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേക്കൻസീസ് ഉണ്ടാവാം. റീസൺ എന്താണ്? ഡ്യൂറിങ് ദ ടൈം ഓഫ് ദി സോൾഡിഫിക്കേഷൻ ഓർ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് വേക്കൻസീസ് വരാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് വൈബ്രേഷൻ കാരണം ദ ആറ്റംസ് ക്യാൻ ജംപ് ഫ്രം ദർ ഓൾറെഡി എക്സിസ്റ്റിംഗ് സൈറ്റ്. സോ അങ്ങനെ വേക്കൻസി വരാം. സെക്കൻഡ് ടൈപ്പ് ഒരു ഡിഫക്റ്റ് ആണ് ഇൻഡസ്ട്രീഷ്യൽസി അല്ലെങ്കിൽ സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ ഓർ ഇൻഡസ്ട്രീഷ്യൽസി. Okay, so this is the inverse of vacancy in which an atom squeezes into the space between normal lattice positions. അപ്പോൾ ഓൾറെഡി ഉള്ള ലാറ്റിസ് പൊസിഷന്റെ ഇടയിൽ കൂടി ഒരു ആറ്റംസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണ് ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയും. Since such interstitial spaces are quite small, a self-interstitial produces much greater distortions of the surrounding lattice than does a vacancy. Correspondingly, the energy associated with a self-interstitial is much greater. Therefore, the number of self-interstitials in an ordinary metal is negligibly small compared to vacancies. നമുക്ക് ഫിഗർ കാണാം. എന്താ സംഭവിക്കുന്നത് സെൽഫ് ഇൻഡസ്ട്രീഷ്യൽസിൽ? ഒരു ആറ്റം സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലേക്ക് വരികയാണ്. ഓക്കെ, പക്ഷെ ഒരു വാക്കൻസി വരുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് മിസ്സാവുന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആറ്റം മിസ്സാവാൻ വേണ്ടിയിട്ടുള്ള എനർജി കുറവ് മതി അല്ലേ. ബട്ട് ഇൻ ഓർഡർ ടു പ്ലേസ് ആൻ ആറ്റം ഇൻ ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ അതിന് കൂടുതൽ എനർജി വേണം. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രീഷ്യൽസി അല്ലെങ്കിൽ സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ എന്നുള്ള ഒരു ഡിഫക്റ്റ് പൊതുവെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. വേക്കൻസീസ് ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിഫക്റ്റ്. ഓക്കെ, സെക്കൻഡ് ഫിഗർ കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സെൽഫ് ഇൻഡസ്ട്രീഷ്യൽസി. ഓക്കെ, ദെൻ ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി, ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ് ഉണ്ട്. സോ ആറ്റം ഓഫ് എ ഫോറിൻ മെറ്റീരിയൽസ് ആർ കോൾഡ് ഇമ്പ്യൂരിറ്റീസ്. സോ ഓൾവേസ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് പറയുന്നതാണ്. നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ വരുന്ന ആറ്റംസ് ഒക്കെ സെയിം ആറ്റം ആണ്, അതുകൊണ്ടാണ് സെൽഫ് ഇൻഡസ്ട്രീഷ്യൽസി വരുന്നത്. സെയിം അറേഞ്ച്മെന്റിലുള്ള ആറ്റംസ് അത് ബാക്കി അറ്റോമിക് അറേഞ്ച്മെന്റിന്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ പോയിട്ട് സ്റ്റേ ചെയ്യും. ബട്ട് ഇമ്പ്യൂരിറ്റീസ് മീൻസ് ഓൾവേസ് ദേ ആർ ഫോറിൻ മെറ്റീരിയൽസ്, ഫോറിൻ പാർട്ടിക്കിൾസ്. Okay, so atoms of foreign material are called impurities. A substitutional impurity refers to a foreign atom that substitutes for or replaces a parent atom in the crystal at a regular site. അപ്പോൾ നോക്കിയാൽ ഇതിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി കാണാം. ഈ ബ്ലൂ കളർ കാണുന്ന ആറ്റം എന്താണ്? ആക്ച്വലി അത് അവിടെയുള്ള ഒരു ആക്ച്വൽ ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ബ്ലൂ കളറിൽ കാണുന്ന ഒരു ഫോറിൻ മെറ്റീരിയൽ, ഫോറിൻ പാർട്ടിക്കിൾ അവിടെ വന്ന് സ്റ്റേ ചെയ്യും അല്ലേ. സോ ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി ഒറിജിനലി എക്സിസ്റ്റിംഗ് ആറ്റം ഇൻ ദാറ്റ് പൊസിഷൻ. So that is a type of substitutional impurity. So it is called impurity because actually it is replaced by a foreign atom. അല്ലേ, ഒരു ഫോറിൻ മെറ്റീരിയൽ വന്നിട്ടാണ് അവിടെ വരുന്നത് ആ ഒരു സൈറ്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആറ്റം. സോ ഇറ്റ് ഈസ് കോൾഡ് എ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആറ്റം. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷണൽ impurity. The interstitial impurity is a small sized atom occupying the void space between the parent atom on regular sites. Impurity atoms cause local distortions in the lattice, promote atomic diffusion and phase transformations. Thermal and electrical conductivities are also affected by the presence of impurity atoms. So interstitial impurity നോക്കിയാൽ ഇവിടെ റെഡ് കളറിൽ കാണുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റീസ് ആണ്. അതെന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഓൾറെഡി എക്സിസ്റ്റിംഗ് അറ്റോമിക് പാറ്റേണിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഒരു ഫോറിൻ പാർട്ടിക്കിൾ വരുന്നെങ്കിൽ നമ്മൾ അതിനെ ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. നേരത്തെ നമ്മൾ നോക്കിയ ഇൻഡസ്ട്രീഷ്യൽസിയും ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റിയും ഡിഫറെൻ്റ് ആണ്. ഇൻഡസ്ട്രീഷ്യൽസി ഓർ സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആറ്റം തന്നെയാണ് അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ പോയിട്ട് സ്റ്റേ ചെയ്യുന്നത്. ബട്ട് ഇൻ ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഫോറിൻ പാർട്ടിക്കിളാണ് ഈ അറ്റോമിക് അറേഞ്ച്മെന്റിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈഡിൽ പോയിട്ട് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ,
The next one is a Frankel defect and Schottky defect. Frankel defect and Schottky defect. So these kind of defects are observed in ionic crystals. അപ്പോൾ അയോണിക് ക്രിസ്റ്റൽസിന്റെ കേസിലാണ് നമ്മൾ ഫ്രങ്കൽ അല്ലെങ്കിൽ ഷോർട്ട്കി ഡിഫക്റ്റ് കണ്ടുവരുന്നത്. ഇൻ അയോണിക് ക്രിസ്റ്റൽ, സോ അയോണിക് എന്ന് പറഞ്ഞാൽ കാറ്റിയോൺ ആനിയോൺസ് ഒക്കെ ഉണ്ടാവും അല്ലെ, പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും, നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും. ഈവൻ വെൻ ഡിഫക്ട്സ് ആർ പ്രസന്റ്, ഓവറോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയുന്നത് അല്ലെ. സോ വെൻ ആൻ അയോൺ ഈസ് displaced from a regular site to another site, the defect is called a Frankel defect. അതിന്റെ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് വൺ ഈസ് ഫ്രങ്കൽ ഡിഫക്റ്റ് അല്ലെ. ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്താ കാണുന്നത്? ഓൾറെഡി there will be cations and anions. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയതാണ് എന്താണ് cations will be having positive charged. ആക്ച്വലി cations എന്താണ്? they will lose one electron അല്ലെ. they will lose one electron to another atom. അപ്പോൾ ആ ആറ്റം എന്തായി മാറി? അത് ആനിയോൺ ആയി മാറി. സോ ആനിയോൺസ് will be having negative charge and cations will be having positive charge. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൽ കാറ്റോൺസ് എന്തായിരിക്കും? സ്മോളർ സൈസ് ആയിരിക്കും. ആനിയോൺസ് വിൽ ബി ഹാവിംഗ് ലാർജർ ഡയമീറ്റർ. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്താണ്? ദർ വിൽ ബി എ മിസ്സിംഗ് കാറ്റിയോൺ. ഓക്കെ, അപ്പോൾ മിസ്സായ കാറ്റിയോൺ എന്ത് സംഭവിക്കും? അവിടെ ഒരു വാക്കൻസി ഉണ്ടാക്കും അല്ലേ. സോ ദാറ്റ് കാറ്റിയോൺ വിൽ സ്റ്റേ ഇൻ സം ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ. സോ ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്താണ് സംഭവിക്കുക? ദർ വിൽ ബി എ കാറ്റിയോൺ വാക്കൻസി ആൻഡ് എ കാറ്റിയോൺ ഇൻഡസ്ട്രീഷ്യൽ. ഓക്കെ, കാറ്റിയോൺ വാക്കൻസി ഉണ്ടാവും, അതുപോലെ തന്നെ കാറ്റിയോൺ ഇൻഡസ്ട്രീഷ്യൽ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഷോർട്ട്കി ഡിഫക്റ്റ്? ഷോർട്ട്കി ഡിഫക്റ്റിൽ അവിടെ ഒരു കാറ്റിയോൺ വാക്കൻസി ഉണ്ടാവും, അവിടെ ഒരു ആനിയോൺ വാക്കൻസി ഉണ്ടാവും, ഒരു പെയർ ആയിട്ട് അല്ലെ. കാറ്റിയോൺ ആനിയോൺ വാക്കൻസി ഉണ്ടാവും. അതിനാണ് നമ്മൾ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. So when a pair of cation and anion is missing from a lattice of an ionic crystal, the defect is called Schottky defect. This is closely related to the vacancy in normal crystals. Schottky defects facilitate atomic diffusion. So diffusion എന്താണ് നമ്മൾ നോക്കിയതാണ്. ഡിഫ്യൂഷൻ ഇതിന്റെ ഈ മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. സോ Schottky defects will promote diffusion. So Schottky defect എന്ന് പറഞ്ഞാൽ a pair of replacement means a pair of missing ആണ്, അതായത് cation plus anion both are missing, so it will create a cation vacancy as well as a anion vacancy. But in Frankel defect there will be a cation vacancy and a cation interstitial. എന്ന് വെച്ചാൽ ഒരു cation മിസ് ആയിട്ട് ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ പോയിട്ട് അത് സ്റ്റേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെന്റ് പോയിന്റ് ഡിഫക്ട്സ്. നമ്മളിപ്പോൾ നോക്കിയ ഈ വാക്കൻസി, ഈ പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ, പിന്നെയോ സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ സി, ഇതൊക്കെയാണ് ഡിഫറെന്റ് പോയിന്റ് ഡിഫക്ട്സ്. So what are the different point defects? Briefly explain the different point defects with the figures. അങ്ങനെയൊക്കെ questions വരാം. Next one is line defects. So linear disturbance of the atomic arrangements are known as dislocations. Line defects പറഞ്ഞാൽ നമുക്കറിയാം അത് വൺ ഡയമെൻഷണൽ അല്ലേ. ഒരു ലൈനിൽ പോയിന്റിലായിരുന്നു ഇത്ര നമ്മൾ നോക്കി, ഒരു പോയിന്റിൽ മാത്രമാണ് അത് ഡിഫക്ട്. ഇത് ലൈൻ ഡിഫക്ട്സ് ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ലീനിയർ ഡിസ്റ്റർബൻസ് ഓഫ് ദി disturbance in the arrangement of the regular arrangement of the atom. Okay, so it is known as dislocations. Dislocating, it is moving alla. So adine nammal dislocations nu parayum. A dislocation may be understood as a disturbed region between two substantially perfect part of a crystal. There are two types of dislocations which are responsible for the usual property of plasticity in metallic material. Metallic material inde പ്ലാസ്റ്റിസിറ്റി പറഞ്ഞാൽ എന്താണ്? അതിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് ഡിഫോം ചെയ്യാന്നല്ലേ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് അതിന് ഡിഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഡിഫോമിങ് പ്ലാസ്റ്റിക്കലി. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റീറ്റെയിൻ ടു ഒറിജിനൽ പൊസിഷൻ. പ്ലാസ്റ്റിക്കലി ഡിഫോം മീൻസ് ഇറ്റ് ഈസ് ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഡിസ്ലൊക്കേഷൻസ് ആണ്. ഇപ്പോൾ ലൈൻ ഡിഫക്റ്റിൽ വരുന്നത് ഡിസ്ലൊക്കേഷൻസ് ആണ്. ആക്ച്വലി ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിസ്ലൊക്കേഷൻസ്. ഫസ്റ്റ് വൺ ഈസ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. Edge dislocation and second one is screw dislocations. And also there will be mixed dislocations. Edge and screw ഒന്നിച്ചും നമുക്ക് കാണപ്പെടാം. ഓക്കെ, അപ്പോൾ എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻസ്? An edge dislocation is formed by the presence of an extra partial plane in a crystal. അപ്പോൾ നമുക്ക് കണ്ടിരുന്നു ഒരു പ്ലെയിനിൽ ഒരു എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഫിഗർ നോക്കാം. A disturbed region can be identified around the edge of the incomplete plane. This is the simplest type of dislocation, which is also called Taylor-Orowan dislocation. ഒരുപക്ഷെ നിങ്ങളോട് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. What is Taylor-Orowan dislocation? Okay. Edge dislocation may arise during crystallization whenever there is a slight mismatch in the orientation of adjacent part of a growing crystals. So during the time of
ക്രിസ്റ്റലൈസേഷൻ ആണ് ഈ ടൈപ്പ് ഓഫ് ലൈൻ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. സോ ഇപ്പോൾ ഫിഗറിൽ കാണുന്ന ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ് ഓൾ ദി ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ഫാഷൻ അല്ലെ. 3 ഡയമെൻഷനായിട്ട് നിങ്ങൾക്കത് തൽക്കാലം ഇമാജിൻ ചെയ്യാം. അപ്പോൾ അവിടെ സംഭവിക്കുന്ന നോക്കി, ഇപ്പോൾ ക്ലോസ് ചെയ്ത് അത്രയും ആറ്റംസ് അവിടെ നിന്ന് മിസ്സായി പോകാന്ന് വിചാരിക്കാം. സോ ദി വിൽ ഗെറ്റ് ആൻ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ ഇൻ ദ ടോപ്പ് റീജിയൻ. ദർ വിൽ ബി മിസ്സിംഗ് ഹാഫ് പ്ലെയിൻ ഇൻ ദ ബോട്ടം റീജിയൻ. Okay, so what happens mean due to this, in order to attain an equilibrium inside the crystal, എന്താ സംഭവിക്കുക, atomic അവിടെ repulsion and attraction ഉണ്ടാവും. Finally the atoms will be rearranged as shown in the figure. ഈ രീതിയിൽ ആറ്റംസ് അവിടെ റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ അതിന്റെ സെന്ററിൽ കാണുന്ന അത്രയും പോർഷൻസ് അവിടെ എന്ത് സംഭവിക്കും, അത്രയും ഭാഗമാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ. ആ ഡിഫക്റ്റ് പറയുന്നത് എന്താണ്, ഇത് നമ്മൾ കാണുന്ന ഫസ്റ്റ് ലെയർ ഓഫ് പ്ലെയിൻ ആണ്. ഇതിന്റെ പുറകിൽ ദർ വിൽ ബി മെനി അതർ ലെയേഴ്സ് ഓഫ് പ്ലെയിൻസ്. അപ്പൊ ത്രൂ ഔട്ട് ആ ലെയറിൽ 3 ഡയമെൻഷനിൽ ഇപ്പൊ നിങ്ങൾ ഈ ഫിഗറിന്റെ അവിടെ നിന്ന് അകത്തേക്ക്, ഈ സ്ക്രീനിന്റെ അകത്തോട്ടേക്ക് അങ്ങോട്ടേക്ക് ഉള്ളതാണ് ലൈൻ ഡിഫക്ട്സ്. ദർ വിൽ ബി an extra half plane in the top and there will be missing half plane in the bottom. ഇപ്പോ ബബിൾ ചെയ്ത് എനിക്ക് ഇത്രയും ഭാഗമാണ് എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ അല്ലെ. സോ ആ ഹാഫ് പ്ലെയിൻ്റെ അകത്തോട്ടേക്ക് ത്രൂ ഔട്ട് പുറകിലോട്ടേക്ക് എന്നാണ് ഡിസ്ലൊക്കേഷൻ ലൈൻ എന്നാ പറയല്. ഓക്കെ, സോ ഓൺലി ദ ബോട്ടം എഡ്ജ് ഓഫ് ദ ഹാഫ് പ്ലെയിൻ ഈസ് ഡിഫക്ട്, നോട്ട് ദ എൻറ്റയർ ഹാഫ് പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഡിഫക്റ്റ് പറയുന്നത് എന്താണ്, ആ ബോട്ടം എഡ്ജിൽ ത്രൂ ഔട്ടേക്ക് ഒരു ലൈൻ, ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. എന്ന് വെച്ചാൽ ആ എഡ്ജിന് താഴോട്ടേക്ക് വേറെ ആറ്റംസ് ഇല്ല, അവിടെ മിസ്സിംഗ് ആണ്, അതിന് താഴേക്ക് വേറെ ആറ്റംസ് ഇല്ല. അതിന് താഴേക്ക് നമ്മൾ കാണുന്നത് വേറെ പ്ലെയിനിന്റെ ആറ്റംസ് ആണ്. സോ ദർ ഈസ് എ മിസ്സിംഗ് പ്ലെയിൻ. അപ്പൊ അത്രയും ആ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്ന അത്രയും റീജിയൻ, സോ ദാറ്റ് ഈസ് ദ ഡിഫക്റ്റീവ് ഏരിയ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് കോൾഡ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. അതിന് വേറൊരു വ്യൂ ആണ്, നമുക്കറിയാം ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. സി പുഷിംഗ് ദ അപ്പർ ഹാഫ് ഓഫ് ദ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു ലോവർ ഹാഫ് പ്ലെയിൻ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഇവിടെ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഈ 4 എന്നുള്ള പ്ലെയിൻ നോക്കിയാൽ ദാറ്റ് ഈസ് എ മിസ്സിംഗ് പ്ലെയിൻ. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷനാണ്. സോ ഈ ഡിസ്ലൊക്കേഷൻ കാരണം നമുക്ക് എന്തുണ്ടാകുന്നത്, സ്ലിപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ സ്ലിപ്പ് ഉണ്ടാകുന്നത് ഇത്രയും ഭാഗത്ത് മാത്രമേ സ്ലിപ്പ് ഉണ്ടാകുന്നുള്ളൂ, ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് സ്ലിപ്പ് ഇല്ല. സോ ദിസ് ഈസ് ദ സ്ലിപ്പ് റീജിയൻ ആൻഡ് ദ റൈറ്റ് സൈഡ് ഇസ് എ നോ സ്ലിപ്പ് റീജിയൻ. എന്ത് സംഭവിച്ചു, ഈ പ്ലെയിൻസ് ഒക്കെ സ്ലിപ്പ് ചെയ്ത് പോയി. സോ ഇറ്റ് ക്രിയേറ്റഡ് എ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ 4 അല്ലെ. ആ 4ന്റെ താഴെ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന നമ്മളെ എന്താണ്, എഡ്ജ് ഡിസ്ലൊക്കേഷൻ. സോ this much region, this much distance is the magnitude and direction of the slip. Okay, അപ്പോൾ സെയിം ഫിഗറിനെ നമ്മൾ 2D ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് വിൽ ബി ദ ഡിസ്ലൊക്കേഷൻ ലൈൻ, ദിസ് വിൽ ബി ദ സ്ലിപ്പ് പ്ലെയിൻ ആൻഡ് ദിസ് വിൽ ബി ദ നോ സ്ലിപ്പ് പ്ലെയിൻ or the slip region of the that slip plane. This is a no slip region of that slip plane. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചാണ് ബർഗർ വെക്ടറിന്റെ ഒരു കൺസെപ്റ്റ്. ഡിസ്ലൊക്കേഷൻ ലൈൻ ഈസ് എ boundary between slip and no slip region on a slip plane. Okay, where t bar represents or t cap represents the tangent vector or the line vector. It is nothing but a unit vector parallel or tangent to the dislocation line. ഇപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്ന ലൈൻ നേരത്തെ കണ്ട 3 ഡയമെൻഷണൽ ഫിഗറിന്റെ ആ താഴെയിൽ ആ പ്ലെയിനിനെ നമ്മൾ 2D ആയിട്ട് കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഡിസ്ലൊക്കേഷൻ ലൈൻ ഉണ്ടാകുന്നത് അല്ലെ. ഈ ഡിസ്ലൊക്കേഷൻ ലൈന് പാരലായിട്ടുള്ള വെക്ടറാണ് ടാൻജന്റ് വെക്ടർ or line vector എന്ന് പറയുന്നത്. That is an unit vector which will be parallel or tangent to the dislocation line. And b bar is nothing but it is a Burger vector. Burger vector, magnitude and direction of slip. It represents the magnitude and direction of the slip. അപ്പോൾ സ്ലിപ്പിന്റെ ഡയറക്ഷനിലായിരിക്കും ഉള്ള ആ വെക്ടറിനെയാണ് നമ്മൾ ബർഗർ വെക്ടർ എന്ന് പറയുന്നത്. സോ ഇൻ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ദ ബർഗർ വെക്ടർ ആൻഡ് ദ ടാൻജന്റ് വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ബർഗർ വെക്ടറിന്റെ കൺസെപ്റ്റും നമ്മൾ നോക്കിയതാണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസ്ലൊക്കേഷനിൽ നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ. സോ ഇൻ ദ കേസ് ഓഫ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ദാറ്റ് ബർഗർ വെക്ടർ വിൽ ബി perpendicular to the tangent vector, but in the case of screw dislocation the Burger vector will be parallel to the tangent vector. In another case കൂടി ഉണ്ട്, mixed dislocation. So there the Burger vector will be neither parallel nor perpendicular to the
ടാൻജന്റ് വെക്ടർ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിസ്ലൊക്കേഷൻ ആണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ് അല്ലേ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് കാരണമാണ് ഉണ്ടാകുന്നത് അല്ലേ. സ്ലിപ്പ് പറഞ്ഞാൽ ഒരു പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു അനദർ പ്ലെയിൻ അത് സ്ലിപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ഇതുപോലുള്ള ഒരു എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ ഉണ്ടാകുന്നത്. ഈ എക്സ്ട്രാ ഹാഫ് പ്ലെയിന്റെ ബോട്ടം ലെയറിനെയാണ്, ആ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഈസ് കോൾഡ് ദി സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. A screw dislocation can be thought of as a disturbed region formed by a shear stress applied on the crystal such that a portion of the crystal is shifted related to the another. So, upon application of shear stress, the upper part of the crystal to the right of PS, figure വെച്ചിട്ട് നമുക്ക് നോക്കാം. So, ഇവിടെ എന്താ സംഭവിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു നമ്മൾക്ക് ഇപ്പോൾ അറിയാം എന്താണ്, നമ്മളൊരു ബ്രെഡിന്റെ ഒരു പീസ് നമ്മളത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക, നമ്മൾ അതിനെ ട്വിസ്റ്റ് ചെയ്യും അല്ലെ, ഒരു ഷിയർ ഫോഴ്സ് കാരണമാണ് അത് കട്ട് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്ലിപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്ലിപ്പിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ആണ് സ്ലിപ്പിന്റെ ഡയറക്ഷൻ. Okay, so it will be that direction of the slip will be perpendicular to the dislocation line. Dislocation line ആണ് ഇവിടെ കാണിക്കുന്നത്, ഈ ലൈൻ. So the Berger vector will be always parallel to the dislocation line. Scale dislocation line ആണ് ഇവിടെ കാണിക്കുന്ന ഈ black color line. Okay, so parallel planes perpendicular to the dislocation line joined form a spiral ramp or helicoidal surface with the dislocation line as its edges. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അത് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഗ്രീൻ ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാം. സോ അതൊരു ആറ്റോമിക് അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ഷിഫ്റ്റ് ആയത് ഈ സ്ലിപ്പ് കാരണം. ആക്ച്വലി ഇനീഷ്യലി നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ കേസിൽ അത് സ്ലിപ്പ് ആകുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ ആണ് ഉണ്ടായത് അല്ലേ. ഇവിടെ ഇത് ഷിഫ്റ്റ് ആകുമ്പോൾ എന്താ സംഭവിച്ചത്, ആക്ച്വലി നോക്കി ആ ആറ്റം അതിന്റെ ഇനീഷ്യൽ ആറ്റോമിക് പ്ലെയിൻ എന്നത് ഷിഫ്റ്റ് ആയി അല്ലെ. അപ്പോൾ പുതിയ ആറ്റോമിക് പ്ലെയിൻ എന്നുള്ള അതിന്റെ ഡയറക്ഷൻ നോക്കിയാൽ നമുക്കറിയാം, ഇറ്റ് വിൽ ബി ലൈക്ക് എ കണ്ടിന്യൂസ് സ്ക്രൂ ഓർ ഹെലിക്കൽ ഓർ സ്പൈറൽ റാം ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പൈറൽ റാം. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഓക്കെ, സോ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അതിന്റെ ഡയറക്ഷൻ താഴേക്ക് കാണിക്കുന്നത്, which is the direction of the slip, or it is represented by the Berger vector, and it will be parallel to the dislocation line. So when a stress is applied to a material having dislocations, the dislocation move causing plastic deformation. Edge dislocations move in the direction of the Berger vector, while screw dislocations move perpendicular to the Berger vector. മിക്സഡ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി വരുന്നതാണ് മിക്സഡ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, സോ അത് ബർഗർ വെക്ടറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ അറിയാം, ഇൻ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ബർഗർ വെക്ടർ വിൽ ബി perpendicular to the tangent vector. And in screw dislocation it will be parallel to the tangent vector. In the case of mixed dislocation it will be neither parallel nor perpendicular. So third type of defect ആണ് സർഫസ് ഡിഫക്ട്സ്. അപ്പോൾ സർഫസ് ഡിഫക്റ്റിൽ വരുന്നതാണ് നമ്മളെ ഗ്രെയിൻ ബൗണ്ടറീസ്. ഓക്കെ, ഈ ബൗണ്ടറീസ് എല്ലാം ഒരു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സർഫസ് ഡിഫക്ട്സ്. അപ്പോൾ അതിൽ തന്നെ കുറേ ടൈപ്സ് ഓഫ് ബൗണ്ടറീസ് ഉണ്ട്. ജനറലി നമ്മൾ ഗ്രെയിൻ ബൗണ്ടറീസ് പറയുന്നത് എന്താണ്, ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസിനെയാണ് നമ്മൾ ഗ്രെയിൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ അതിന്റെ ഫിഗർ നിങ്ങൾ കണ്ടതാണ്. ഗ്രെയിൻ ബൗണ്ടറി വിൽ സെപ്പറേറ്റ് ദി ഡിഫറെന്റ് ക്രിസ്റ്റൽസ് അല്ലെ, ഡിഫറെന്റ് ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന റീജിയനാണ് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. So during solidification of liquid metals, when growing crystals or grains having different orientations meet each other, the atomic packing between the two adjacent grains get distorted and the region of imperfection is generated. ആക്ച്വലി അങ്ങനെയാണ് ഈ ഗ്രെയിൻ ബൗണ്ടറി ഫോർമേഷൻ ചെയ്യുന്നത്. നമുക്കത് ഗ്രെയിൻ ഗ്രോത്ത് നമ്മൾ നോക്കിയല്ലേ. സോ ഗ്രെയിൻ ഗ്രോത്ത്, രണ്ട് ഗ്രെയിൻസ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗ്രെയിൻസ് ഗ്രോ ചെയ്തിട്ട് അത് പരസ്പരം കൂട്ടിമുട്ടും അല്ലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. അത് ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എവിടെയാണോ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അനദർ ഗ്രെയിനുമായിട്ട് അത് കൊളൈഡ് ചെയ്യുന്നത്, ആ ഭാഗത്ത് മാത്രം എന്ത് സംഭവിക്കും, ഒരു ഇംപെർഫെക്റ്റ് ഒരു റീജിയൻ ഉണ്ടാവും. അതാണ് അതിന്റെ ബൗണ്ടറി. ഇതിനകത്ത് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് എ ഡിഫക്റ്റ് അല്ലെ. അത്രയും ഭാഗത്തൊരു ഡിഫക്റ്റ് ആണ്. ആക്ച്വലി അവിടെ പ്രോപ്പർ ആയിട്ട് ആയിരിക്കില്ല അറ്റോമിക് അറേഞ്ച്മെന്റ്സ് അല്ലെ. At some locations along the ring boundary, the atoms are so closer that they cause a region of compression. In some other areas, the atoms are so far apart and lead to regions of tension. On moving from one grain to another,
the crystallographic orientation changes abruptly. This misalignment between adjacent grains can be quantified by the angle between the respective crystallographic orientations as shown in the figure. So this misalignment is more than, when this misalignment is more than 10 degrees, it is called as grain boundary or high angle grain boundary. 10 ഡിഗ്രീസിൽ കൂടുതൽ മാത്രം മിസ്അലൈൻമെന്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 3 ഗ്രെയിൻസ് കാണാം അല്ലേ, there are 3 grains. ഇനീഷ്യൽ ഫസ്റ്റ് ഗ്രെയിൻ, ഇപ്പോൾ കേഴ്സറിൽ ഫസ്റ്റ് ഗ്രെയിനിന്റെ അറ്റോമിക് അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഓൾമോസ്റ്റ് നമുക്കറിയാം അത് ഹൊറിസോണ്ടൽ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ, ഫോർ എക്സാമ്പിൾ ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ. സെക്കൻഡ് ഗ്രെയിൻസിന്റെ എങ്ങനെയാണുള്ളത്, അറ്റോമിക് അറേഞ്ച്മെന്റ് ഇൻക്ലൈൻ ആയിട്ടാണുള്ളത് അല്ലെ, ഡൗൺവേർഡ് ആയിട്ട് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് സ്ലോപ്പ് പോലെ. തേർഡ് ഗ്രെയിനോ അത് നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ട് ഇൻക്ലൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ വിത്ത് റെസ്പെക്ട് ടു ഓരോ ഗ്രെയിൻ വിത്ത് ദ ആംഗിൾ ബിറ്റ്വീൻ ഗ്രെയിൻ 1 ആൻഡ് ഗ്രെയിൻ 2 നമുക്ക് എടുക്കാം. ഏത് അതാണ് അതിന്റെ ആംഗിൾ, മീൻസ് എന്ത് ആംഗിളാണ് നോക്കുക ഗ്രെയിൻ ബൗണ്ടറി അല്ലെ. ദ ആംഗിൾ ബിറ്റ്വീൻ 1 ആൻഡ് 2 ഓർ ആംഗിൾ ബിറ്റ്വീൻ 1 ആൻഡ് 3, ആംഗിൾ ബിറ്റ്വീൻ 2 ആൻഡ് 3 ഒക്കെ നമുക്ക് എടുക്കാം. ബേസ്ഡ് ഓൺ ദാറ്റ്, ഇഫ് ദ ആംഗിൾ ഈസ് മോർ ദാൻ 10 ഡിഗ്രി വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ഓർ സിംപ്ലി ഗ്രെയിൻ ബൗണ്ടറി. Okay, there are different types of grain boundaries. First one is high angle grain boundary നമ്മൾ നോക്കി. Then there is a tilt boundary. These are also known as low or small angle boundaries. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ less than 10 degree ആയിരിക്കും അതിന്റെ misalignment ഉണ്ടാവില്ലേ. So they are called tilt boundaries. There are also twin boundaries. Already നമ്മൾ കണ്ടതാണ് twin boundaries. When the arrangement of atoms on one side of the boundary is a mirror image of that of the other side, the boundary is known as twin boundary. Twin boundary occur in pairs resulting in a region of different orientation. നമ്മൾ ഓൾറെഡി ട്വിന്നിങ്ങിൽ നോക്കിയാണല്ലേ. there will be ട്വിന്നിങ്ങിൽ നമുക്കറിയാം there will be two boundaries അല്ലെ. ട്വിൻ എന്നൊരു റീജിയൻ ഉണ്ടല്ലേ, റീജിയൻ ട്വിൻ എന്ന റീജിയൻ ഉണ്ട്. അപ്പോൾ ആ റീജിയൻ, അപ്പോൾ ആ ബൗണ്ടറിയിൽ നമ്മളൊരു മിറർ വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഇമേജ് ആണോ കാണുന്നത് അതുപോലെ ആയിരിക്കും അതിന്റെ താഴോട്ടുള്ള ഭാഗം. സോ ഇറ്റ് ഈസ് എ മിറർ ഇമേജ്, ഒരു മിറർ ഇമേജ് രീതിയിലായിരിക്കും നമുക്ക് അവിടെ കാണുന്നത് അല്ലെ ആ അറ്റോമിക് അറേഞ്ച്മെന്റ്സ്. സോ അതുപോലെയുള്ള ബൗണ്ടറീസ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്വിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. Then there is also one more boundary called twist boundary. Okay, അത് it is also a type of low angle boundary. Okay, then one more is there called stacking fault. ഇവിടെ കാണിക്കുന്നത് ട്വിൻ ബൗണ്ടറി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടിൽറ്റ് ബൗണ്ടറി ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ടിൽറ്റ് ബൗണ്ടറി, then twist boundary. Twist boundary screw dislocation സമയത്താണ് നമുക്ക് twist boundary ഉണ്ടാവുന്നത്. ഓക്കെ, റെഡ് കളറിൽ കാണിക്കുന്നതാണ് ബൗണ്ടറി. Another type of surface defect is this one is called stacking fault. Okay, നമുക്കറിയാം ഈ ആറ്റംസ് അല്ലേ, ഈ ആറ്റംസ് എല്ലാം ലെയർ ബൈ ലെയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ. ഇനീഷ്യലി നോക്കി ലെയർ എ കാണിക്കുന്നുണ്ട്, ഫസ്റ്റ് ലെയർ എ, അതിന് മുകളിൽ അടുത്തൊരു ലെയർ ബി, അതിന് മുകളിൽ അടുത്തൊരു ലെയർ സി. ഓക്കെ, ആ രീതിയിലാണ് ആറ്റംസ് അറേഞ്ച് ചെയ്തത്. ഇൻ FCC and HCP, the first two layers arranges themselves identically and are said to have an AB arrangement. Okay, if the third layer is placed such that its atoms are directly above those of the first layer. നോക്കിയേ, ലെയർ എ വെച്ചു, അതിന് മുകളിൽ അല്ലെ ലെയർ ബി വെക്കുന്നു. ലെയർ ബി വെക്കുമ്പോൾ ആറ്റംസ് എവിടെ വെക്കല്, അവിടെ താഴത്തെ ആറ്റംസിന്റെ ഇടയിലായിട്ടല്ലേ. നിങ്ങൾക്കറിയാം എങ്ങനെയാ പൊസിഷൻ ചെയ്യുന്നത്. ലെയർ എന്റെ മുകളിൽ ലെയർ ബി വെക്കുമ്പോൾ ആറ്റം പ്ലേസ്മെന്റ് എങ്ങനെയാണ്, ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഒരു ഡിപ്പിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് തേർഡ് ലെയർ നമുക്ക് അങ്ങനെ വെക്കാം. ഇഫ് ദ തേർഡ് ലെയർ ഈസ് പ്ലേസ്ഡ് സച്ച് ദാറ്റ് ഇറ്റ്സ് ആറ്റം ആർ ഡയറക്ട്ലി അബവ് ദോസ് ഓഫ് ദ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിന് ഡയറക്ട്ലി മുകളിലാണ് വരുന്നതെങ്കിൽ ദ സ്റ്റാക്കിംഗ് വിൽ ബി ABA. ഓക്കെ, അപ്പൊ ABA ആ ഒരു അറേഞ്ച്മെന്റിലായിരിക്കും പോകുന്നത്. ദാറ്റ് ഈസ് ദി HCP സ്ട്രക്ചർ. ഓക്കെ, ഇഫ് ദ തേർഡ് ലെയർ ആറ്റംസ് ഈസ് ഹാവിങ് എ C-type അറേഞ്ച്മെന്റ്, അതായത് A, B വെച്ചു C, ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത് ഇവിടെ ഈ ഡാർക്കൻ ചെയ്ത് കാണിക്കുന്നത് പോലെ. അതായത് എന്റെ തൊട്ട് മുകളിലല്ല, അത് കൂടാണ്ട് വേറൊരു പൊസിഷനിലാണ് അത് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് അത് FCC സ്ട്രക്ചറിലാണ് അതുപോലെ കാണുന്നത്. ഓക്കെ, സോ ABC അറേഞ്ച്മെന്റ് ആയിരിക്കും നമുക്ക് അവിടെ കാണുന്നത്. So stacking fault represents interruptions in one or two layers in the stacking sequence of atomic planes. അപ്പോൾ ഇതുപോലെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് ആറ്റംസ് വെച്ചിട്ടുള്ളത് ഓരോ സ്ട്രക്ചറിനും. ഇപ്പൊ HCP-ന്റെയും FCC-ന്റെയും കേസിൽ എടുക്കുകയാണെങ്കിൽ HCP-ന്റെ കേസിൽ അത് ABA പാറ്റേണിൽ പോകും,
FCC കേസിൽ ഇത് ABC പാറ്റേണിൽ പോകും. അപ്പോൾ ഈ സ്റ്റാക്കിങ്ങിൽ ഉള്ള നോർമൽ സ്റ്റാക്കിംഗ് സീക്വൻസിൽ ചിലപ്പോൾ മിസ്സിംഗ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇംപെർഫെക്ഷൻ. അതൊരു ടൈപ്പ് ഓഫ് സർഫസ് ഇംപെർഫെക്ഷൻ ആണ്. So for example, in FCC structure, the normal stacking sequence is ABC, ABC. Okay. So due to plastic deformation, this arrangement may be disrupted and a stacking sequence of ABC, AC, ABC may be resulted. എന്ന് വെച്ചാൽ ഒരു ബി പ്ലെയിൻ അവിടെ മിസ്സിംഗ് ആയി. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണ് ഇതിന്റെ റെഗുലർ ക്ലാസ്സിൽ. എങ്ങനെയാണ് മിസ്സായതെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോസ് കാണാവുന്ന കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് സ്റ്റാക്കിംഗ് ഫോൾട്ടും അതിന്റെ സ്റ്റാക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഒരു ഫോൾട്ട് ആണ് അത്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ്. Another example is the stacking fault of ABC, AC, BCA. എന്ന് വെച്ചാൽ അവിടെ എന്ത് മിസ്സായി, വീണ്ടും ABC കഴിഞ്ഞിട്ട് ഒരു ബി മിസ്സിംഗ് ആയി, വീണ്ടും ഒരു എ മിസ്സിംഗ് ആയി. സോ അപ്പോൾ അവിടെ ഡബിൾ മിസ്സിംഗ് ആണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ട്വിൻ സ്റ്റാക്കിംഗ് ഫോൾട്ട്. 2 ലെയർ മിസ്സായി. ഓക്കെ, സോ സ്റ്റാക്കിംഗ് ഫോൾട്ട് ഈസ് എ ടൈപ്പ് ഓഫ് സർഫസ് ഇംപെർഫെക്ഷൻ. റോൾ ഓഫ് സർഫസ് ഡിഫക്ട്സ് ഓൺ ക്രാക്ക് ഇനീഷ്യേഷൻ. അപ്പോൾ ഈ സർഫസ് ഡിഫക്ട്സ് അല്ലെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി എപ്പോഴും എന്ത് സംഭവിക്കാം, ദേ ക്യാൻ ഇനിഷ്യേറ്റ് ദി ക്രാക്ക് ഫോർമേഷൻ. ഓക്കെ, ദ ആറ്റംസ് ലൊക്കേറ്റഡ് നിയർ ദി ഗ്രെയിൻ ബൗണ്ടറീസ് have distortion and non-equilibrium surroundings and are at high energy levels. Every atom at an exterior surface is also having the same situation. The exterior surface is usually rough and contains tiny notches. These notches initiate crack, and the crack propagate along the grain boundaries to the bulk of the material. The crack growth is illustrated in the figure below and will lead to intergranular fracture. അപ്പോൾ ഡിഫക്ട്സ് എപ്പോഴും ക്രാക്ക് ഇനീഷ്യേഷനെ പ്രൊമോട്ട് ചെയ്യും എന്ന കാര്യമാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഗ്രെയിൻ ബൗണ്ടറീസ് ഉള്ള റീജിയണിൽ എന്തായിരിക്കും, എനർജി ലെവലിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? കാരണം അവിടെയുള്ള ആറ്റംസ് എല്ലാം എന്താണ്, ഇറ്റ് വിൽ ബി ഇൻ നോൺ ഇക്വിലിബ്രിയം പൊസിഷൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസ്റ്റോർട്ടഡ്. ഓക്കെ, സോ എന്താണ് ഈ സ്ഥലത്തിലെ ആറ്റംസ് അല്ലെങ്കിൽ ഈ സർഫസിലുള്ള അല്ലെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറീസിൽ അവിടെ ക്രാക്ക് ഇനിഷ്യേറ്റ് അല്ലെങ്കിൽ നോച്ചസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഉള്ള നോച്ചസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ ദേ വിൽ ഓൾവേസ് പ്രൊമോട്ട് ദി ക്രാക്ക് ഇനിഷ്യേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വോളിയം ഡിഫക്ട്സ്. നമ്മളത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. വോളിയം ഡിഫക്ട്സ്. ആകാശ്. Present, sir. അഖിലം. അഖിൽ. അമിത് കെ. Present, sir. അനിരുദ്ധ്. Present, sir. കാർത്തിക്. Present, sir. ലാദിൻ. Present, sir. ഷഹസാദ്. മുത്താസിം. Present, sir. മുഹമ്മദ് അസഫ്. Present, sir. മുഹമ്മദ് ഫർദി. Present, sir. മുഹമ്മദ് ഫത്തേ. Present, sir. മുഹമ്മദ് സമ. Present, sir. മുഹമ്മദ് സിയാൻ. നിഷാഖ് കെ. Present, sir. നിവേദ് കുമാർ. Present, sir. പ്രത്യുഷ്. പ്രത്യുഷ് കുറച്ചായിട്ടില്ലല്ലോ.